നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിലെ സ്കൂളുകളിൽ ഇത്തവണത്തെ ഓണാഘോഷത്തിന് യൂണിഫോം നിർബന്ധമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഓഗസ്റ്റ് 21-നാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ ദിവസം കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിലെത്താമെന്നും ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണം കളറാക്കിക്കോളിൻ മക്കളെ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ ഓഗസ്റ്റ് 21-ന് കുട്ടികളുടെ ആഗ്രഹപ്രകാരം മറ്റ് വസ്ത്രങ്ങൾ ധരിക്കാനുള്ള നിർദ്ദേശം നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി എന്നാണ് മന്ത്രി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുട്ടികളെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതിനാൽ ഓഗസ്റ്റ് 21-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന 8ാം ക്ലാസ്സിലെ പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. ഓണാഘോഷ ദിനത്തിൽ പരീക്ഷ നടത്തുന്നത് കുട്ടികൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നതിനാൽ പരീക്ഷ മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് പരീക്ഷ ഓണാവധിക്ക് ശേഷം നടത്താൻ തീരുമാനിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പ്രായമായ മാതാപിതാക്കളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി അവരുടെ സ്വത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ സീനിയർ സിറ്റിസൺസ് ട്രൈബ്യൂണലുകൾക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർണായകമായ വിധി പ്രസ്താവിച്ചത്. സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ നേരിടുന്ന അവഗണനയും അരക്ഷിതാവസ്ഥയും പരിഹരിക്കാനാണ് ഇത്തരമൊരു നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. മാതാപിതാക്കളെ ദൈവതുല്യരായി കാണുന്ന നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെയാണ് ഈ വിധി പ്രതിഫലിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ നിലവാരം അളക്കപ്പെടുന്നത് പ്രായമായവരോട് അത് കാണിക്കുന്ന ആദരവിലൂടെയും നൽകുന്ന സുരക്ഷയിലൂടെയുമാണെന്ന് വ്യക്തമാക്കിയ കോടതി, മാതാപിതാക്കൾ വെറും ആശ്രിതരല്ലെന്നും മറിച്ച് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും അനുഭവ സമ്പത്താണെന്നും ഓർമ്മിപ്പിച്ചു. ജീവിതത്തിന്റെ അവസാന കാലം വരെ അന്തസ്സോടെ ജീവിക്കാൻ ഓരോ വ്യക്തിക്കും അർഹതയുണ്ടെന്ന് ഭരണഘടന തന്നെ ഉറപ്പു നൽകുന്നുണ്ട്. 2007-ലെ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് പ്രകാരം രൂപീകരിച്ച ട്രൈബ്യൂണലുകൾക്ക് സിവിൽ കോടതികളുടെ അധികാരത്തോടെ അന്വേഷണം നടത്താൻ കഴിയും. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം പൂർണ്ണമായും ഉറപ്പാക്കാൻ ട്രൈബ്യൂണലുകൾക്ക് ഇത്തരം തീരുമാനങ്ങളെടുക്കാൻ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നമ്മുടെ സംസ്ഥാനത്തെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി തുടരുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളതും ഇത് സംബന്ധിച്ച വിവരങ്ങൾ മുൻപ് തന്നെ നമ്മുടെ ചാനൽ വഴി കൃത്യമായി പങ്കുവച്ചിട്ടുള്ളതുമാണ്. ഈ പദ്ധതി ഒരു വർഷത്തേക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്തിയിട്ടുമുണ്ട്. നിലവിൽ കുടിശ്ശികയുള്ള തുകയുൾപ്പെടെ പുനഃസ്ഥാപിച്ച് നൽകുമെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അന്തിമ ഉത്തരവുകൾ പുറത്തിറങ്ങാൻ അല്പം സമയം കൂടെ വേണ്ടിവരുന്നതിനാൽ പണത്തിന്റെ വിതരണത്തിൽ ചെറിയ കാലതാമസം ഉണ്ടായേക്കാം. എങ്കിലും അപേക്ഷ നൽകി അംഗീകാരം ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും ആനുകൂല്യം കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്നും അന്വേഷിച്ചറിഞ്ഞ് വരും ദിവസങ്ങളിൽ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നതാണ്. മുൻ സർക്കാർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട 2 പദ്ധതികളായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ, കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്നിവ. എന്നാൽ ഇതിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി മാത്രമായിരിക്കും പുതിയ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പദ്ധതി തുടരാൻ തീരുമാനിക്കുകയും ഇതിനായുള്ള ധനസഹായ വിതരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മുൻഗണനാ റേഷൻ കാർഡുള്ള 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകൾക്കായി വിഭാവനം ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ അഥവാ വീട്ടമ്മ പെൻഷൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇതുവരെ അനുകൂല തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുൻപ് 2 ഗഡുക്കൾ വിതരണം ചെയ്തിരുന്ന ഈ പദ്ധതിയുടെ ഓണക്കാലത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ലെന്ന് മാത്രമല്ല, മുൻപ് സേവന പോർട്ടൽ വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം നീക്കം ചെയ്തതും ഈ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അതിനാൽ ഈ ആനുകൂല്യം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും നിലവിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യം ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയ KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര മാത്രമാണെന്നും അറിയിക്കുന്നു. മറ്റ് പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ഈ ഓണക്കാലത്ത് പ്രതീക്ഷിത ചെലവായി കണക്കാക്കിയിരിക്കുന്നത് 10,000 കോടി രൂപയോളം വരുന്ന ഭീമമായ തുകയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരുന്നതും ഒട്ടനവധി പൊതുജനക്ഷേമ ആനുകൂല്യങ്ങൾ ഒരേ സമയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുമായ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, വിരമിച്ചവരുടെ പെൻഷൻ, ഓണം പ്രമാണിച്ചുള്ള ഉത്സവ ബത്ത,
അഥവാ ബോണസ് എന്നിവയ്ക്ക് പുറമെ സാധാരണക്കാരുടെ ജീവിതത്തിന് വലിയ ആശ്വാസമാകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, മറ്റ് വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങി നിരവധി സാമ്പത്തിക കാര്യങ്ങൾ ഒരുമിച്ച് നിറവേറ്റേണ്ട വലിയൊരു ഉത്തരവാദിത്തം നിലവിൽ സർക്കാരിന് മുന്നിലുണ്ട്. ഈ വൻ തുക കണ്ടെത്താനും അടിയന്തര ഓണക്കാല ആവശ്യങ്ങൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാനുമായി നാളെ തന്നെ സംസ്ഥാന സർക്കാർ 2200 കോടി രൂപ പൊതുവിപണിയിൽ നിന്നും കടമെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനോടൊപ്പം തന്നെ നിലവിലുള്ള ധനകാര്യ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള സംസ്ഥാനത്തിന്റെ ആകെ കടമെടുപ്പ് പരിധി എന്നത് 14,000 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ മാസാന്ത പെൻഷനുകളും മറ്റ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നത് അതത് മാസങ്ങളുടെ അവസാന ആഴ്ചയിലാണ് ചെയ്യാറുള്ളതെങ്കിലും ഇത്തവണ ഓണം മാസാവസാനത്തോടനുബന്ധിച്ച് വരുന്നതിനാൽ ജനങ്ങൾക്ക് തടസ്സമില്ലാതെ പണം ലഭ്യമാക്കാനായി ഈ മൂന്നാമത്തെ ആഴ്ചയിൽ തന്നെ വിതരണം പൂർത്തിയാക്കാനുള്ള ഊർജിത നീക്കങ്ങളാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ടൈം ടേബിളും പെൻഷൻ വിതരണ തീയതികളും നാളെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായി പുറപ്പെടുവിക്കുമെന്നാണ് ഏറ്റവും പുതിയതായി പ്രതീക്ഷിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുറമെ വിവിധ മേഖലകളിലെ ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കും വലിയൊരു ആശ്വാസ വാർത്തയാണ് വരാനിരിക്കുന്നത്. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകകളും പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് മാസങ്ങളായി ലഭിക്കാനുള്ള കുടിശ്ശിക വിതരണവും ഉടൻ തന്നെ നൽകുന്നതിനെക്കുറിച്ചുള്ള നിർണായകമായ തീരുമാനങ്ങൾ നാളത്തെ അറിയിപ്പിൽ ഉണ്ടാകും. അടിയന്തര പ്രാധാന്യത്തോടെ കുടിശ്ശികയായി കിടക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകുകയും അത് കൃത്യമായി ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്യുന്നതിലൂടെ വലിയൊരു സാമ്പത്തിക ഉത്തേജനമാണ് ഈ ഓണക്കാലത്ത് വിപണിയിലും ജനജീവിതത്തിലും ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാൽ നാളത്തെ സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം വളരെ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റേഷൻ കടകളിൽ നിന്നും പതിവായി ലഭിക്കുന്ന ധാന്യങ്ങളും മറ്റ് ഭക്ഷ്യസാധനങ്ങളും കൈപ്പറ്റുന്നതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണത്തെക്കുറിച്ചും റേഷൻ കാർഡ് ഉടമകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിൽ 13-ലധികം വരുന്ന നിത്യോപയോഗ സബ്സിഡി സാധനങ്ങളാണ് സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി ജനങ്ങളിലേക്ക് എത്തുന്നത്. വരും മാസങ്ങളിലെ പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിലെ ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ മുൻകൂറായി അഡ്വാൻസായി തന്നെ വാങ്ങാനുള്ള പ്രത്യേക ക്രമീകരണവും ഇപ്പോൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സപ്ലൈകോ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളതിനാൽ സാധനങ്ങൾ തീർന്നു പോകുമോ എന്ന ആശങ്കയില്ലാതെ തന്നെ ഉപഭോക്താക്കൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. അതിനാൽ റേഷൻ കട സന്ദർശിക്കുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും റേഷൻ കാർഡുകൾ ഹാജരാക്കി നിങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പാക്കേണ്ടതാണ്. ഇതിനു പുറമെ വരുന്ന ഉത്സവകാലം പ്രമാണിച്ച് സപ്ലൈകോ 3 വേറിട്ട പ്രത്യേക കിറ്റുകളും ഉപഭോക്താക്കൾക്കായി വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ് എന്നിങ്ങനെ വ്യത്യസ്ത നിരക്കുകളിലാണ് ഈ കിറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. 1000 രൂപ വിലമതിക്കുന്നതാണ് അത്തം കിറ്റെങ്കിൽ ഉത്രാടം കിറ്റിന് 1500 രൂപയും തിരുവോണം കിറ്റിന് 2000 രൂപയുമാണ് വില വരുന്നത്. എന്നാൽ ഈ കിറ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കിറ്റിന്റെ യഥാർത്ഥ വിലയേക്കാൾ 180 രൂപ മുതൽ 580 രൂപ വരെ അധികം മൂല്യമുള്ള സാധനങ്ങൾ ഓരോന്നിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ചുരുക്കത്തിൽ നമ്മൾ നൽകുന്ന തുകയേക്കാൾ കൂടുതൽ തുകയ്ക്കുള്ള മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് ലാഭകരമായി ഓരോ കിറ്റിലൂടെയും വീട്ടിലെത്തുന്നത്. വിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഇത്തരം സുവർണ അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുകയും വീടുകളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും റേഷൻ കാർഡ് ഉപയോഗിച്ച് കൃത്യസമയത്ത് വാങ്ങിയ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുക. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി. തിങ്കളാഴ്ച 17/8/2026 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 50 രൂപ കൂടി 14,270 രൂപയും പവന് 400 രൂപ കൂടി 1,14,160 രൂപയുമായി മാറിയിരിക്കുകയാണ്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്ക് നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.